CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യോഗം വിലയിരുത്തും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, PB ആരംഭിച്ചിരിക്കുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലങ്ങളും യോഗം വിലയിരുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 10 മണിയോടുകൂടി 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം ഇവിടെ ആരംഭിച്ചു. പ്രധാനമായും 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉള്ളത്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗം കൂടിയാണ്. ഇതിൽ കേരളത്തിൽ പാർട്ടിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. ഇടതുപക്ഷം തിരിച്ച് വീണ്ടും ഭരണത്തിലെത്തുകയും ചെയ്തു. അഴിമതിക്കെതിരെ പാർട്ടി കഴിഞ്ഞ 5 വർഷമായി വലിയൊരു പോരാട്ടം നടത്തുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിജയം. മറ്റു സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആസാം സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് എത്രയേറെ മുന്നേറാൻ കഴിഞ്ഞു. ഇവിടെ പാർട്ടി നേരിട്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എത്രത്തോളം ജനങ്ങൾ അംഗീകരിച്ചു എന്ന കാര്യങ്ങൾ വിശകലനത്തിന് വിധേയമാകും. പുതുച്ചേരിയിലാകട്ടെ പാർട്ടി സ്വതന്ത്രനായി മത്സരിച്ച ഒരാൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് അവലോകനമുണ്ടാകും. പക്ഷേ വിശദമായ ഒരു ചർച്ചയിലേക്കോ വിശകലനത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങില്ല. കാരണം ഈ സംസ്ഥാനങ്ങളിലൊന്നൊക്കെ അതാത് സംസ്ഥാന കമ്മിറ്റികളുടെ പഠന റിപ്പോർട്ട് കൃത്യമായി പാർട്ടിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചർച്ചകളാണ് ഇപ്പോഴത്തെ ഈ 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സംസ്ഥാന രാഷ്ട്രീയ സ്ഥിതിഗതികൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തും. കേന്ദ്രത്തിൽ NDA സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിട്ട് 2 വർഷം പിന്നിടുന്നു. 2 വർഷവും ഈ പാർട്ടി NDA സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങൾ പാർട്ടി പലതരത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ രാജ്യത്ത് ഭരണ പിന്തുണയോടെ വർഗീയ സംഘർഷം വർദ്ധിച്ചു വരുന്നു എന്നൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. പാർലമെൻറ്റിനുള്ളിൽ ഇത് പലതവണ പാർട്ടി MPമാർ തുറന്നു കാട്ടിയതാണ്. പക്ഷേ ഇത് NDA സർക്കാർ കാര്യമാക്കില്ല എന്ന് മാത്രമല്ല, ഭരണ നേതൃത്വത്തോടുകൂടി ഭരണ പിന്തുണയോടുകൂടി അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു. പാർട്ടി ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സ്ഥിതിഗതികൾ പാർട്ടി കൃത്യമായി വിലയിരുത്തും. കാരണം ഇടതുപക്ഷം CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം വർഗീയതയ്ക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ കേന്ദ്രത്തിൽ അലോസരപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധവും പ്രക്ഷോഭ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകും. അതെങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ ഈ 2 ദിവസത്തെ പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനമെടുക്കും. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിണറായി വിജയൻ്റെ ഡൽഹി സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം പൗര സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. സാഹിത്യകാരൻ ഓംചേരി NN പിള്ളയുടെ അധ്യക്ഷതയിൽ ഒരു വലിയ സംഘാടക സമിതി ഇവിടെ ഡൽഹി മലയാളി അസോസിയേഷനുകളും മറ്റു ഭാരവാഹികളും ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം 7 മണിയോടുകൂടി വലിയൊരു പൗരസ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരള ഹൗസിലാണ് ഈ പൗരസ്വീകരണം. പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് യോഗത്തിന് സമാപിച്ചതിന് ശേഷം വൈകുന്നേരം ആ ചടങ്ങിലും പിണറായി വിജയൻ പങ്കെടുക്കും. തീർച്ചയായിട്ടും സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും PB യോഗത്തിന്റെ വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനായി ഇന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. അതേസമയം ഉമ്മൻചാണ്ടിയുടെ UDF ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്തുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകില്ല. വിവരങ്ങളുമായി MR സജേഷ് തിരുവനന്തപുരത്ത് നിന്നും. സജേഷ്, ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കും. കാര്യമായ തർക്കങ്ങളില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതേസമയം UDF ചെയർമാൻ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി വരുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകില്ല എന്നും അറിയാൻ കഴിയുന്നു. സജേഷ് കേൾക്കാമോ? മനു, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും. പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വരുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണയുണ്ട്. MLAമാരെല്ലാവരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. I ഗ്രൂപ്പിന് വലിയ മേൽക്കോയ്മ ഈ MLAമാരുടെ അംഗബലത്തിലുണ്ട്. 12 പേർ I ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ തർക്കങ്ങളില്ല. ഉമ്മൻചാണ്ടിക്ക് എന്ത് പദവി നൽകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനിടയില്ല. UDF ചെയർമാൻ പോലുള്ള പദങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നൽകിക്കൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ആലോചന. എന്നാൽ UDF ചെയർമാൻ്റെ കാര്യം ഇന്നത്തെ യോഗത്തിൽ സംസാരിക്കില്ല. അടുത്ത UDF യോഗത്തിൽ മാത്രമായിരിക്കും അക്കാര്യത്തിലൊരു ചർച്ച വരിക. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ ഉപനേതാവായി KC ജോസഫിനെയും തെരഞ്ഞെടുത്തുകൊണ്ട് ഇന്നത്തെ യോഗം അവസാനിക്കാനാണ് സാധ്യത. ഉമ്മൻചാണ്ടിയുടെ പദവിയിൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകില്ല. മനു.
എം.ആർ. സജേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കും. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. അതേസമയം ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ UDF ചെയർമാനാകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ലീഗ് പ്രവർത്തക സമിതി യോഗം ഇന്ന് കോഴിക്കോട് ചേരും. തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിലയിരുത്തും. തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ എന്നിവിടങ്ങളിലെ പരാജയം യോഗത്തിൽ വലിയ ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ കനത്ത പരാജയം ചർച്ച ചെയ്യാനാണ് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് യോഗം ചേരുന്നത്. മലപ്പുറത്ത് ലീഗ് ജയിച്ച മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തിലുണ്ടായ വൻ ഇടിവും യോഗം ചർച്ച ചെയ്യും. താനൂർ, കൊടുവള്ളി, തിരുവമ്പാടി മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയകാരണവും യോഗത്തിൽ ചർച്ചാ വിഷയമാകും. മണ്ണാർക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ ലീഗിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഇനി എന്ത് നിലപാട് കൈക്കൊള്ളണമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനിച്ചേക്കും. സമസ്തയിലെ ഒരു വിഭാഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചെന്ന വാർത്തയും ഇന്ന് ചർച്ചയാകും. തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രകടനത്തെക്കുറിച്ച് ഓരോ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ടും ചർച്ചയ്ക്കെടുക്കും. വൈകിട്ട് 3 മണിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചമതച്ചാലിനടുത്ത് തിരൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടിയടക്കം ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ മുങ്ങി മരിച്ചു. 4 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. പയ്യാവൂർ ചമതച്ചാൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 5 കുട്ടികളാണ് മുങ്ങി മരിച്ചത്. 6 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. രക്ഷപ്പെട്ട അമൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളുമാണ് മരിച്ചത്. ഡൽഹിയിൽ നിന്നും നാട്ടിലെത്തിയ സെൽജൻ ഷീജ ദമ്പതികളുടെ മക്കൾ ഒറീജ സഫാൻ, ജോസ് അനിത ദമ്പതികളുടെ മക്കൾ അഖിൽ ജോസ്, അയൻ ജോസ്, ബിനോയ് മിനി ദമ്പതികളുടെ മകൻ മാണിക് ബിനോയ് എന്നിവരാണ് മരിച്ചത്. അമലിന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടികളെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അവിടുന്ന് കസ്റ്റഡി കേട്ടോണ്ട് ഓടിച്ചെല്ലുമ്പോൾ ഒരു കുട്ടി കറക്കി ഇരിപ്പുണ്ട്. വെള്ളത്തിന് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വെള്ളത്തിൽ പോയത്, കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അന്നേരം ചാടി ഒരു കുട്ടീനെ ഫസ്റ്റ് ചാട്ടം തന്നെ ഒരു കുട്ടീനെ കിട്ടി. മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സഹായധനം നൽകുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. അപ്പോൾ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതെ, ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിച്ചിരുന്നു. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിലാണുള്ളത്. മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിനകത്തായതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും ഗവൺമെൻറ് ഗൗരവത്തിൽ ആ കാര്യം ആലോചിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ, മന്ത്രിമാരായ EP ജയരാജൻ, KK ശൈലജ, E ചന്ദ്രശേഖരൻ, PK ശ്രീമതി MP എന്നിവരും കോൺഗ്രസ് നേതാവ് VM സുധീരനും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹങ്ങൾ സന്ദർശിച്ചു. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 5 ജീവനുകളാണ് പയ്യാവൂരിലെ പുഴയിൽ പൊലിഞ്ഞുപോയത്. കണ്ണൂരിൽ നിന്നും PV ജോഷില. പയ്യാവൂരിൽ 5 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്ക് കളക്ടറെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. പയ്യാവൂരിനടുത്ത് ഇവിടെയുള്ള കുട്ടികളടക്കം അതിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ പോയി പുഴയിലിറങ്ങി അതിലൊരു കുട്ടി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. 5 കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ കുട്ടികളുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കാൻ കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തുറന്നുള്ള നടപടികൾ എന്താണെന്നുള്ളത് ഗവൺമെൻറ് പരിശോധിക്കുകയും ചെയ്യും. ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊന്ന സംഭവം പിതാവിന്റെ അവിഹിത ബന്ധമാണ് കൊലപാതകത്തിനിടയാക്കിയതെന്ന് സൂചന. ഇതേ ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സമ്മതിച്ചതായി സൂചന. കേരള പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണമാണ് ചെങ്ങന്നൂർ കൊലപാതകം പുറത്തുകൊണ്ടുവരാൻ സഹായിച്ചത്. ജില്ലാ പോലീസ് മേധാവി നേരിട്ടിടപെട്ടാണ് അന്വേഷണം നടത്തിയത്. കഴിഞ്ഞ 25-ന് പുലർച്ചെയാണ് കാറുമായി ജോയിയും മകൻ ഷെറിനും തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. പിന്നീട് ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത്. അമേരിക്കൻ സിറ്റിസനായ ജോയിയും കുടുംബവും വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു താമസം. കഴിഞ്ഞ 19-നാണ് ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇതിനുശേഷമാണ് നാട്ടിലുള്ള മകൻ ഷെറിനുമായി അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയത്. യാത്രാമധ്യേ അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായി. അച്ഛന്റെ അവിഹിത ബന്ധമാണ് ഇതിന് കാരണമെന്നും ഇതിനിടയിൽ ജോയി മകൻ ഷാരൂഖിനെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. പിന്നീട് വാഹനം നിർത്തുകയും അച്ഛന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ തോക്ക് മകന്റെ കൈവശമെത്തി. പിന്നീട് അച്ഛന്റെ തലയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് അച്ഛന്റെ മൃതദേഹവുമായി തിരുവല്ലയിലെത്തി പെട്രോൾ വാങ്ങിയ ശേഷമാണ് ചെങ്ങന്നൂരുള്ള കെട്ടിടത്തിന്റെ ഗോഡൌണിൽ മൃതദേഹം തീയിട്ട് നശിപ്പിച്ചത്. ഇതിനുശേഷം പമ്പയാറ്റിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടർന്നു വരികയാണ്.
കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട മകനെ പോലീസ് കോട്ടയത്ത് നിന്നും പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, സ്വത്ത് തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പിതാവിന്റെ അവിഹിത ബന്ധം അത് മകൻ ചോദ്യം ചെയ്തു. ഇതിനെ തുടർന്നാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ്. ഇക്കാര്യത്തിൽ പോലീസിനോട് ഷെറിൻ എന്തൊക്കെ കാര്യങ്ങളാണ് സമ്മതിച്ചിരിക്കുന്നത്? മനു, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ്. ഇവർക്ക് ഉള്ളത് മറ്റു രണ്ടുപേരും അമേരിക്കയിലാണുള്ളത്. ഇത്തരത്തിൽ സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം നമുക്ക് ലഭ്യമായ സൂചന. എന്നാൽ ഇതിനുശേഷം പ്രതിയെ പിടികൂടുകയും ചോദ്യം ചെയ്യലിലാണ് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിതാവിന്റെ അവിഹിത ബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇവർ കാറിന്റെ AC നന്നാക്കുന്നതിനായി 25-ാം തീയതിയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇതിനിടയിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മകനും അച്ഛനും തമ്മിൽ തർക്കമുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇതിനിടയിൽ മകനെ അച്ഛൻ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ തർക്കം രൂക്ഷമാകുകയും മർദ്ദനത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇരുവരും റോഡിൽ ഇറങ്ങിയത്. ഈ സമയം പിതാവിന്റെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ താഴെ പോവുകയുണ്ടായി. ഇത് മകനെടുത്ത് അച്ഛനെ വെടിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ അത് പിടിച്ചു വാങ്ങി മകനെ വെടിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ പിടിച്ചുവലിക്കിടയിൽ വീണ്ടും അത് അച്ഛന് നേരെ നിറയൊഴിക്കേണ്ട ഒരു സ്ഥിതിയിൽ മകന്റെ കയ്യിൽ തോക്കെത്തിയെന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൃത്യമായ വിവരങ്ങൾ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. വഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിനുശേഷം അച്ഛന്റെ മൃതദേഹവുമായി തിരുവല്ലയിലെത്തി അവിടെ നിന്നും പെട്രോൾ വാങ്ങി ചെങ്ങന്നൂരിലെ ഗോഡൌണിലെത്തിയാണ് മൃതദേഹം കത്തിച്ചു കളഞ്ഞതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. ഇത്തരത്തിലൊരു സംഭവത്തിനുള്ള സാധ്യതയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും പോലീസിന് ലഭ്യമായിട്ടില്ല. അത് പത്തനംതിട്ട ജില്ലയിലെ സമീപമുള്ള പമ്പയുടെ കൈവഴിയിൽ ഒഴുക്കിയതായിട്ടാണ് പോലീസിനോട് പ്രതി സമ്മതിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് പോലീസ് ഇപ്പോൾ വ്യാപകമായിട്ട് തിരച്ചിൽ നടത്തി വരികയാണ്. എന്തായാലും പ്രതിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും പ്രതിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരനാക്കുന്നതിനുള്ള സാഹചര്യ തെളിവുകളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രതിയെ മിക്കവാറും ഇന്ന് ഈ സംഭവ സ്ഥലങ്ങളിലൊക്കെ തന്നെ കൊണ്ടുപോയി പോലീസ് തെളിവുകൾ ശേഖരിക്കാനും സാധ്യതയുണ്ട്. മനു, തീർച്ചയായിട്ടും ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ.